ഇപ്പോൾ വേലായുധേട്ടൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്യാൻസർ മാറിയത് യൂറിൻ തെറാപ്പി ചെയ്തിട്ടാണ് അല്ലേ? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയായിരുന്നു ക്യാൻസർ ബാധിച്ചത്? ചെറുകുടലിൽ ക്യാൻസർ ബാധിച്ചാണ്. പക്ഷേ നിങ്ങളുടെ ഈ പുസ്തകത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വായിച്ച ചില ആളുകൾ, ശാസ്ത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില ആൾക്കാർ ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്താ വിമർശനം എന്ന് വെച്ചാൽ, ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് കീമോ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെയല്ലേ കീമോ റേഡിയേഷൻ ചെയ്തില്ലെന്ന് തോന്നുന്നു അല്ലേ? ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചെയ്തിട്ടില്ല. കീമോ ശാസ്ത്രീയമായ ചികിത്സ ചെയ്താണ്, അതിലൂടെ മാറിയതാണ്. അതിനിടയ്ക്ക് കുറച്ച് മൂത്രം കുടിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു വിമർശനമുണ്ട്. എന്താ നിങ്ങൾക്ക് അതിനെ പറ്റി മറുപടി പറയാനുള്ളത്? കീമോ ചെയ്തിട്ട് മാറിയതാണെങ്കിൽ പിന്നെ ഡോക്ടർമാർ 10 റേഡിയേഷന് എഴുതൂലല്ലോ. അന്നേരമാണ് വയറ്റിൽ വേദനയ്ക്കാണ് റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ റേഡിയേഷന് ഞാൻ പോയില്ല. ഈ മൂത്രം മാത്രം കുടിച്ച് അതിന്റെ പഥ്യത്തിൽ കുടിച്ചപ്പോൾ 21 ദിവസം കൊണ്ട് തന്നെ എന്റെ വയറ്റിൽ വേദന മാറി. 6 മാസം കുടിച്ച് മെഡിക്കൽ കോളേജിൽ പോയി വീണ്ടും പരിശോധിച്ച്, അതായത് ആദ്യത്തെ രക്തം പരിശോധിച്ച റിസൾട്ടും പിന്നെ 6 മാസം മൂത്ര ചികിത്സ ചെയ്ത് കിട്ടിയ രക്തം പരിശോധിച്ച റിസൾട്ടും അതിലെ അന്തരങ്ങൾ, അതായത് വ്യത്യാസങ്ങൾ കണ്ടിട്ടാണ് രോഗം മാറിയെന്ന് സ്ഥിരീകരിച്ചത്. അവര് തന്നെ പരിശോധിച്ചിട്ട് സ്ഥിരീകരിച്ചു. പരിശോധിച്ച് സ്ഥിരീകരിച്ചു. അപ്പൊ നിങ്ങള് പിന്നെ ദാസൻ മാഷെ കാണാൻ വേണ്ടി പോയിരുന്നല്ലോ. ആ സമയത്ത് കീമോ കഴിഞ്ഞ ശേഷമാണോ പോയത്? കീമോ കഴിഞ്ഞ് റേഡിയേഷന് എഴുതിയപ്പോഴാണ്. കീമോ കംപ്ലീറ്റ് തീർന്നായിരുന്നു? 6 തീർന്ന് പിന്നെയാണ് റേഡിയേഷന് എഴുതിയത്. അപ്പൊ ആ സമയത്ത് പോകുന്ന സമയത്ത് തീരെ അവശനായിരുന്നു. നടക്കാൻ പറ്റിയില്ല ഒറ്റയ്ക്ക്. വേറെ ആളുടെ കൂടെയാണ് പോയത്. വേറെ ആള് മക്കള് വണ്ടി കൊണ്ടുപോയി. പിന്നെ യൂറിൻ കഴിച്ചതിന്റെ ശേഷം 21 ദിവസം കഴിഞ്ഞ് വിവരം പറയാൻ ഞാൻ ഒറ്റയ്ക്ക് തനിച്ചാണ് പോയത്. തനിച്ചാണ് പോയത്. 3 ബസ്സിൽ മാറിക്കയറിയിട്ടാണ് പോയി. അപ്പൊ അത്രയും മാറ്റങ്ങൾ ഉണ്ടായത് തീർച്ചയായിട്ടും യൂറിൻ തെറാപ്പി ചെയ്തുകൊണ്ടാണ്. അത് വിശ്വാസമല്ല, അത് ശരീരത്തിലെ ദേഹത്തിലെ അനുഭവമാണ്. അതെ, അതിന് ശാസ്ത്രീയമായിട്ട് എന്ത് തെളിവുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പൊ ഇതൊരു അനുഭവമാണ്. ഒരാളുടെ വളരെ മാരകമായിട്ടുള്ള ഒരു ക്യാൻസർ രോഗം മാറി എന്ന് അദ്ദേഹം തന്നെ നേരിട്ട് നമ്മളോട് പറയുകയാണ്. പിന്നെ ഇതിനെതിരായിട്ടൊക്കെ വിമർശനങ്ങളൊക്കെ സ്ഥിരമായിട്ടുണ്ട്. ഡോക്ടർമാരെടുത്തും ശാസ്ത്രം യുക്തി ഒക്കെ പറയുന്ന ആൾക്കാരെടുത്തൊക്കെ വലിയ വിമർശനങ്ങൾ ഇതിനെതിരായിട്ട് വരുന്നുണ്ട്. ഇത് പ്രചരിക്കുന്നതിനെ വല്ലാതെ ഭയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. കാരണം ഒരു നയാ പൈസ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചെലവായില്ലല്ലോ. മറ്റുള്ള മുഴുവൻ മറ്റ് ചികിത്സക്ക് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ല. മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപ വേറെ ചെലവാകുകയും ചെയ്യും. അതൊക്കെ ഒരു ഹോസ്പിറ്റലിനോ ഒരു ഡോക്ടറൊക്കെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ, എതിർപ്പുകൾ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്തായാലും തീർച്ചയായിട്ടും ഇപ്പോഴും വളരെ ആരോഗ്യവാനായിട്ട് ജീവിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞ് 2011 തോന്നുന്നു അല്ലേ? 2010 ക്യാൻസർ കണ്ടുപിടിച്ച് 11 മുതലാണ് മൂത്രം കുടിച്ചു തുടങ്ങിയത്. ഫെബ്രുവരി 2 മുതൽ അതിപ്പോഴും തുടരുന്നു. 13 വർഷം കഴിഞ്ഞു അല്ലേ? ഓക്കെ, ശരി. അത്രയും കാര്യങ്ങൾ.